ये कैसा लग रहा? ये मेरा है। हाँ आपको चाहिए तो बोलो, मैं डिलीवर कर दूँगा। कैसे निकले के लिए कैसे? अच्छा है, मेरे टेस्टी है, चाहिए तो बोलो। अब ट्रेन പോവാണ് ആരെയും പോവാ നോക്ക് ഗൈസ് हाँ अभी जो हिंदी में जो लोग देख ले प्लीज, क्या है ना, अभी ये लोग आ गए तो मेरे को बोलना पड़ रहा है, ठीक है ना। मेरे को ये है ना, ये बहुत प्यार से खाना बनाता है, ठीक है। देखो तो देखो ഇവിടെ ഇവിടെ അളിയൻ ഇവിടെ സാധനം कैसा है आपको? അടിപൊളി बहुत बढ़िया है ना। ചൂടാ പക്ഷേ अभी बोल रहे हो ना? अभी क्या ना गाइस, ये अभी ये फ्राई खा के ऐसा बोल रहे हैं। इसका जो मैं अभी सॉस बनाएगा, जो सॉस में इसको मैं अभी मैग्नेट करके फिर मैं दिखाएगा आपको सॉस में, तो वो सॉस वाला खा के वो तो पागल हो जाएगा आप लोग, गारंटी है मेरा। देखो पिक्चर अभी बाकी है भाई। പിക്ചർ അഭി ബാക്കി है, പിക്ചർ അപ്പൊ നിങ്ങൾ നോക്കിക്കോ എല്ലാവരും കേട്ടോ. ഇപ്പൊ പിക്ചർ ബാക്കിയുണ്ട്. ഇവൻ മാത്രം വറുത്ത ചിക്കൻ മാത്രം കഴിച്ചുള്ളൂ. അതിന് അളിയൻ മറ്റേ സാധനം പഠിച്ചല്ലോ നമുക്ക് ആട് ജീവിതത്തെ ഏയ് തിന്നാൻ സാധനം കളിപ്പിക്കണ്ട കേട്ടോ, അല്ലേ അറിയാ. सही है। അപ്പൊ ഗൈസ് ഇത് നമുക്കൊരു 2 സെക്കൻഡ് 5 മിനിറ്റ് ഇങ്ങനെ വെക്കാം. ഓയിലേക്ക് ഉണ്ടാ ഓയിൽ തെക്കണ്ട, ഓയിൽ തെക്കി കഴിഞ്ഞാൽ അതിന്റെ കളർ മാറും കേട്ടോ. അപ്പോൾ ഓയിലേക്ക് അപ്പം ഗൈസ് ഇത് നമ്മൾ പുതിയതായിട്ട് തുടങ്ങും. അതേണ്ടി ഇങ്ങനെ നിങ്ങളൊന്നും വിചാരിക്കല്ലേ, നമ്മൾ പുതിയതായിട്ട് ഇത് വെള്ളം സാധനങ്ങൾ മാറ്റണം. ഇതായിട്ട് അവിടെ പെയിന്റിങ് ഇങ്ങനെ നടക്കുക, അതിൻ്റെ ഇടയിൽ നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യുക. ओ इधर काम चल रहे हैं, ठीक है ना, इसलिए थोड़ा मेसी है। इधर क्या ना काम चल रहा है, इसलिए हम लोगों का क्या होगा, पूरा छितिर छान है. मतलब आप लोगों को शायद लगेगा कि गंदा नहीं है, लेकिन अभी थोड़ा हम लोग को पूरा इसको ये साफ है, इधर ये रहता है। साफ है. हम लोग इधर ही सोता है, इधर ही खाना पीना करता है, साफ है. लेकिन अभी वर्क का समय भी बहुत ऑर्डर था मेरा, 3-4 ऑर्डर था, सबको कंप्लीट करके फिर लास्ट टाइम पूरा क्लीन करेंगे एक साथ. तो फिलहाल के लिए हम लोग ये दुकान का काम बाकी है, ठीक है। ये पूरा एरिया एक ही डॉन है, ठीक है। यार ऐसा कुछ नहीं, डॉन ഒരു സവാള ഞാൻ അരിയാം എങ്ങനെ നോക്കാം. ये एक ऑनियन ये काटेगा बोल रहा है, ठीक है. ഏക്കോനി എനിക്കറിയണ പോലെ ഞാൻ കട്ടി അല്ലല്ലോ, എനിക്കായിരുന്നു നീ കട്ടിയില്ല. ബായിന്റെ സ്റ്റൈലൊന്നും നമുക്ക് പിടിക്കില്ല വയസ്സ്. ബായിന്റെ സ്റ്റൈൽ വേറെ, അതിങ്ങനെ നമുക്ക് നമ്മൾ നോർമൽ നാട്ടുകാർക്ക് ये प्रोफेशनल है ना, ആ പ്രൊഫഷണൽ എന്താ आप ചെയ്യാ. लोकल है, लोकल, ठीक है, इसलिए അത് പഠിക്കണം. അത് ഞാൻ പഠിച്ചതാ. ഞാൻ എൻ്റെ അമ്മയുടെ ബയറിനെ ഞാൻ ഒന്നും ഈ പണി ചെയ്യുന്നില്ല. ഞാൻ പഠിച്ചതാ, ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ചത്. ये सब अकेला पड़ता है, ठीक है। ये बहुत बढ़िया आदमी है। मीन्स ये सब कुकिंग वगैरह सब कुछ आप अकेला पड़ता है ना। मीन्स अकेला नहीं, मैं तो अभी जिधर काम करता था पहले तो उधर कैटरिंग में था, पहले वॉशिंग में था, वॉशिंग से फिर किचन में गया, किचन से फिर कुकिंग में लगाया. सुबह 4 बजे उठ के जाओ. अभी भी मेरा फेस देख आपको मालूम हो रहा है, क्योंकि मैं इसका पहले एक वीडियो फिश मोली का एक वीडियो छोड़ा है मेरे यूट्यूब में. अगर आप लोगों को देखना है तो प्लीज़ मेरे चैनल में जाके, अगर सब्सक्राइब नहीं किया तो सब्सक्राइब कर लो. സബ്സ്ക്രൈബും ബെൽ ബട്ടൺ അമർത്തിട്ടോ. നമ്മൾ പുതിയ വീഡിയോസ് വരുന്നതാണ് നമ്മൾ അതിന്റെ പേട്ട സാധനങ്ങൾ ഇറക്കും. നമ്മള് ബ്ലോഗ് ഇട്ട് നശിപ്പിക്കും, യൂട്യൂബുകാരെ നമ്മൾ മുടിപ്പിക്കും. ഓക്കെ, 1 million നിങ്ങളാണ് മെയിന, ഞങ്ങളല്ല, നിങ്ങളാണ് മെയിൻ. നിങ്ങൾ ലൈക്ക് ചെയ്യൂ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യൂ. लाइक करो भैया, ये छोटा भैया ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ കൂടെ അമർത്തി. നിങ്ങൾക്ക് വല്ല പണിയില്ല, വെറുതെ ഫോണിൽ കണ്ട് കുത്തിക്കൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് 2 ബട്ടൺ അമർത്താനല്ലോ, അത് അമർത്തി വിട്ട് ബായിനെ സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്തല്ല ബായിക്കൊക്കെ ഇതാക്കാൻ പറ്റുള്ളൂ. ഗൈസ് എനിക്ക് ഭയങ്കര വലിയ ഡ്രീം ഉണ്ട്. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ എന്റെ ഡ്രീം കേട്ടോ. എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്യും. ഇന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. എനിക്ക് ഉറപ്പായിട്ട്. ये बंदा है ना, ये बंदा रियल है, ठीक है। മീൻസ് നമ്മൾ ഈ ജീവിതം ഒറ്റ ജീവിതമുള്ളൂ, അതിനകത്ത് കള്ളത്തറ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. അടിച്ചു പൊളിച്ച് സത്യം കള്ളം എല്ലാം പറയും, എല്ലാവരും പറയും. ഞാനും പറയത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, കള്ളം പറയും. പക്ഷെ ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റിൽ പറഞ്ഞാൽ മതി.
ഒറ്റ ചെയ്തോളൂ. എങ്ങനെ അടിച്ചു പിടിച്ച് വയ്ക്കാൻ പറ്റും അതുപോലെ അടിച്ചു പിടിച്ച് വയ്ക്കുക. അപ്പോ അങ്ങനെയില്ല. നിങ്ങൾക്ക് എന്താ അല്ല, സന്തോഷം? അവനങ്ങനെ അങ്ങനെ എല്ലാവരും ഇല്ല കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എല്ലാവരുടെ ഫാമിലി ഉണ്ട്, പിള്ളേരുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും നമ്മളുടെ പോലെ ഇല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ജീവിച്ചില്ല. എന്തായാലും ഞാൻ എൻ്റെ 17 വയസ്സിൽ ഞാൻ കേരളത്തിൽ വന്നത് ജോലി ചെയ്യാൻ വേണ്ടി. നമ്മൾ അവിടെ കാശില്ല, ഫാമിലി പ്രോബ്ലം, ഒത്തിരി പ്രോബ്ലങ്ങളുണ്ടായിരുന്നു. അതുവേണ്ടി നമ്മൾ പുറത്ത് വന്ന് ജോലി പഠിച്ച് നമുക്കറിയാം എങ്ങനെ പൈസ എങ്ങനെ ഉണ്ടാക്കണം, പൈസ എങ്ങനെ ചെലവാക്കണം, പൈസേൻ്റെ മൂല്യം എന്താണെന്ന് നമുക്കറിയാം. അതാൻ വേണ്ടി ഞാൻ പറഞ്ഞത്, വേറെ ഒന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്ന ഞാൻ കഥ പറയുന്നുണ്ട്, കഥ ഒന്നുമില്ല. അത് എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ ചെയ്തതാ. ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ വേറെ സമയത്ത് വരുന്നത് എനിക്ക് ഇഷ്ടമാണെങ്കിൽ പറയാം. ഒറിജിനൽ ആട് സ്റ്റോറി, ആട് ജീവിതം. അത് നടപടിയാണെന്ന് ലക്ഷണമില്ല. ഇതൊന്നുണ്ടായേ? നിന്റെ മുളക് പൊടി നീ വെട്ടി വെച്ച് മുളക് പൊടിന്റെ പണിയത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്നെ കളഞ്ഞപ്പോ വെട്ടി വെച്ച് അത് രണ്ട് പാക്കറ്റ് ഉണ്ട്. ആ 2 പാക്കറ്റ് മാറ്റിട്ട് നമ്മുടെ ബായി കുറച്ച് മുളക് പൊടി ഇവിടെ കളഞ്ഞു. എന്തോ മാനസികമായ അസുഖമാണ് ബായിക്ക്. എനിക്ക് അസുഖമില്ല, നിന്റെ അസുഖം തന്നെ പിടിച്ചത് തന്നെ. അല്ല, എന്തോ മാനസികമായ വലിയ അസുഖമാണ് ഗൈസ്. അതാണിപ്പോ ഈ മുളക് പൊടി ഇവിടെ കളഞ്ഞതിന്റെ ലക്ഷ്യം. ഇപ്പൊ നമ്മൾ സോസ് ഒഴിച്ചു, എന്നിട്ട് സോയാ സോസ് ഒഴിച്ചു, ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ചു. ഗ്രീൻ ചില്ലി സോസ് അല്ല, റെഡ് ചില്ലി സോസ് എടുത്തു. ഞാൻ കളക്കണത് എൻ്റെ വേളക്കാന്ന് പറയുന്നുണ്ട് ഗൈസ്. നമ്മൾ കറുത്ത ബ്രൗണിഷ് സാധനമാണ് നമ്മുടെ ജയന്ത് ഭായി ഉണ്ടാക്കിയത്. എനിക്ക് ഉറപ്പാണ് ജയന്ത് ഭായിയുടെ എല്ലാ സാധനം എന്തായാലും ടേസ്റ്റ് ആവണ്ടിക്കില്ലല്ലോ. ये कैसा लग रहा? ये मेरा है। हाँ, किसी को चाहिए तो बोलो, मैं डिलीवर कर दिया। कैसे दिखले के लिए कैसे? अच्छा है, मेरे टेस्टी है, चाहिए तो बोलो। അപ്പോൾ ട്രെയിനിൽ പോവാണെങ്കിൽ ആരെങ്കിലും പോലെ തെറിച്ചു ജയന്ത എന്തിനാ തെറിച്ചു പോയേ? പറയൂ, എന്താ തെറിച്ചു പോയത്? നീ നോക്കിയതാ എന്തിന്? നിന്നെ കണ്ടിട്ട് എഴുതില്ല. ജയന്തപേർ വേറെ മൂടാട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന മൂടൊന്നുമല്ല. ആളുടെ കല്യാണം കഴിയാത്ത തന്നെ ആള് വേറെ മൂഡിലാണ്. ഞങ്ങളെ വേറെ കല്യാണം കഴിയാത്ത തന്നെ വേറെ മൂഡിലാണ് ആള്. അതൊന്നുമില്ല ഗൈസ്, കല്യാണം കഴിക്കില്ല, ഗേൾഫ്രണ്ട് ഇല്ല, ഒന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കായിട്ട് ലൈഫിൽ ഞാൻ സുഖമായിട്ട് നിൽക്കുക, കുഴപ്പമൊന്നുമില്ല. ബാക്കി നിങ്ങളുടെ എനിക്ക് ഭയങ്കര വലിയ വണ്ടി ഓടിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മേടിച്ച് ഓടിക്കാം, നിങ്ങളെ കാണിക്കാം, നിങ്ങൾക്ക് ഇരിക്കാം. എനിക്കിങ്ങനെ BMW മാർട്ടിസ് ഫോർസ് അതാക്കി ഇഷ്ടം. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ജയന്തയുടെ ആഗ്രഹം കേട്ടില്ല നിങ്ങൾ? ഒരു BMW ബെൻസ് എന്നൊക്കെ പറയുന്നു. നിങ്ങൾ സഹായിച്ച ബൈക്ക് അതെടുക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. നിങ്ങൾ സഹായിച്ചു കഴിഞ്ഞാൽ ബൈക്ക് സാധനം എടുക്കാം. ഇപ്പൊ ടേസ്റ്റ് ചെയ്തു. അപ്പൊ അതെന്നിട്ടാ ഇതിപ്പോ എങ്ങനെ ടേസ്റ്റ് ചെയ്യാ? നല്ല ചൂടാണ് കൈസ്. ഗൈസ് നല്ല ചൂടാട്ടോ, നല്ല ചൂടാട്ടോ. എന്താ പറയാനറിയില്ല, എന്തൊരു ഞാൻ മറ്റു സാധനത്തിന് കുഴപ്പമാണോ അറിയില്ല. ചെറിയ എന്തൊക്കെയോ കുഴപ്പമുണ്ട്.
ഒരു എന്തോ ഇതിന് കൂടിയാവണം, എന്തോ സോയ സോസ് കൂടി പോണേ. ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് അതിന്റെ. ഇനി മറ്റേ മാവ് എന്തുണ്ടാക്കുമ്പോ അറിയാം എന്തുണ്ടാവാന്ന്. ചിലപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും, പറയാൻ പറ്റില്ല. മാവ് ഇപ്പൊ എന്താ ചെയ്യുന്നത് നമുക്കറിയില്ല, നോക്കി നോക്കാം. എനിക്ക് അറിയില്ല, ഞാൻ ചുമ്മാ ഉണ്ടാക്കുക. എന്തിന് കടയിലെ പണി കഴിഞ്ഞാൽ നിങ്ങൾ പരമാവധി വരാൻ പറഞ്ഞ പോലെ വരാം. ഫുഡ് ബായിനോട് ഉണ്ടാക്കുക, കാണാം. നിങ്ങൾക്ക് ലൈവായിട്ട് ഇവിടെ നിന്നിരുന്ന് ഇങ്ങോട്ട് ഇരുന്നിട്ട് ഫുഡ് ഉണ്ടാക്കി കാണാം. ഒരു ചെറിയ ഹോം തട്ടുകട. നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഓർഡർ പറഞ്ഞു വെക്കണം. നിങ്ങളിപ്പോൾ ഇന്ന് ചിലപ്പോൾ ചിക്കൻ കറി ചിക്കൻ ബിരിയാണി വേണമെങ്കിൽ നിങ്ങൾ അത് ഒരു ചൊവ്വായ രാവിലെ പറഞ്ഞ വൈകുന്നേരത്തേക്ക് കിട്ടും. ഒരു 6 മണിക്കൂർ മുന്നേ പറഞ്ഞു വയ്ക്കുക. 6-7 മണിക്കൂർ. ചിലപ്പോൾ തലേദിവസം പറഞ്ഞാൽ അത്ര നല്ലത്. തലേദിവസം പറഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഊണ് വേണമെങ്കിൽ ഊണ് റെഡിയാക്കി തരും. ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി റെഡിയാക്കി തരും. പിന്നെ എന്തിനാ വേണ്ട, അൽഫാം വേണമെങ്കിൽ അൽഫാം റെഡിയാക്കി തരും. എന്താ വേണ്ട വെച്ചാൽ നിങ്ങൾ പറയാം തലേദിവസം. നിങ്ങൾ ഓർഡർ തരുന്നതനുസരിച്ച് നമ്മൾ സാധനം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. മണ്ടത്തിന്റെ കാര്യം എന്തെങ്കിലും വിചാരിക്കില്ല കേട്ടോ. എല്ലാം കറി ഇപ്പൊ എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലില്ല. അൽഫാം ഉണ്ടാക്കുന്ന നമ്മുടെ കയ്യില് കാൽക്കുലേറ്റർ നമുക്ക് കയ്യിൽ ഇതില്ല. ഇല്ല, പക്ഷെ പറഞ്ഞ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? പിന്നെ സാധനങ്ങൾ അപ്പൊ തന്നെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. നമ്മള് അത് പറഞ്ഞ ഞങ്ങള് പരമാവധി ഒരു തലേദിവസം പറയാൻ നോക്കാം. ഇപ്പൊ ഇന്ന് ഈ സമയം ടൈം ആവണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇന്നലെ രാവിലേക്ക് ആയിട്ട് പറയാലോ. രാത്രി ആകുമ്പോൾ വന്ന് പറയാം. അപ്പൊ ഇന്ന് രാവിലേക്ക് നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചാർക്കളൊക്കെ സെറ്റ് ചെയ്ത് അൽഫാമയിലും ഷവർമയിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കും. എന്താ വേണ്ട വെച്ചാൽ മന്തി വേണമെങ്കിൽ മന്തി ഉണ്ടാക്കിയെടുക്കും. എന്തായാലും നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഇതിപ്പോ മൈദ ഗൈസ്, ഇത് നമുക്കൊരു ഉരുള കൊണ്ടായിട്ട് മീൻ പിടിക്കാൻ കൊണ്ടുപോകാം. ഒരു 2-3 കിലോ മീൻ പിടിച്ചോണ്ടിരുന്നുണ്ടെങ്കിൽ പൂങ്ങുന്നപ്പാടത്തുനിന്ന് ഗൈസ്. അതുപോലെ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് പൂങ്ങുന്നം. പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ഏരിയ? അവിടെ പൂങ്ങുന്നം നന്ദിലെത്തിജിമാരുടെ സൈഡിലായിട്ട് വരും. കറക്റ്റ് പൂങ്ങുന്നം പൂങ്ങുന്നം സെന്റർ ധനലക്ഷ്മി സെന്റർ ഉണ്ട്. അവിടെ നിന്ന് ശോഭയ്ക്ക് പോണ വഴിയില് റൈറ്റ് സൈഡില് അക്ഷയ ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അവിടെ ഒരു ചെറിയ പേരൊന്നും ഉണ്ടാവില്ല. പേര് നമ്മൾ സെറ്റ് ചെയ്യണല്ലോ. എന്താ പേര് പറഞ്ഞ? അല്ല, കടയ്ക്ക് പേര് എന്തോ അറിയില്ല. എന്തോ എന്റെ അച്ഛനെ പറഞ്ഞേ, എനിക്കറിയില്ല. എന്താ UK കഫേയോ ഫുഡ് ഹോട്ടലോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് സാധനം. നമ്മൾ പിന്നെ ആ മൈൻഡ് ചെയ്യാൻ കഴിയില്ല. അച്ഛൻ എന്തെങ്കിലും ആയിക്കോട്ടെ, ആൾ ഉണ്ടാക്കുന്നു, പേരിടുന്നു, അതൊക്കെ ആളുടെ ഇഷ്ടം. നമ്മൾ പിന്നെ അതിനനുസരിച്ച് തടയാൻ കഴിയില്ല. നമുക്ക് പിന്നെ അതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാം. ഇതുപോലത്തെ നല്ല സാധനം ഉണ്ടാക്കിയിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. പേര് ഡിപ്പെൻഡ് ചെയ്യാം. ഫുഡാണ് മെയിൻ. അതെ, പേര് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യില്ല. പരമാവധി സാധനം നമ്മൾ സെറ്റ് ചെയ്തോ കഴിയാറേ. നമ്മൾ പരമാവധി സെറ്റ് ചെയ്ത് കഴിയാറേ. ഇപ്പോൾ അതേ പാം ഓയിലൊക്കെ തേച്ച് ഓയിൽ തേച്ച് എന്ത് ഭയങ്കര ക്ഷീണം, ചെറിയ ഉറക്ക ക്ഷീണുണ്ട് ഗൈസ്. നിങ്ങളുടെ വീഡിയോ എഡിറ്റ് ചെയ്യണതിന്റെ ഇതിലായിട്ട് ഒരു ഉറക്ക ക്ഷീണുണ്ട്. ഇന്നലെ രാത്രി 1 മണി രാവിലെ നേരത്തെ എനിക്ക് ഞാൻ ഒരു വീഡിയോ ഷൂട്ടൊക്കെ. അതെ ഫിഷ് മോളിലെ. അപ്പൊ അതാണ് ഉറക്ക ക്ഷീണം ഗൈസ്. ഈ ജയന്ത് ഭായി 1 മണിക്ക് കിടന്നു നേരത്തെ എനിക്കെന്ന് പറയുന്നു. അപ്പൊ ഈ ഞാനോ 3 മണി വരെ ഗെയിം കളിച്ചിരുന്ന് റീൽസും കണ്ട് ഇരുന്ന് ഞാൻ എന്നിട്ട് 7 മണിക്ക് എനിക്ക് ക്ലാസ്സിൽ പോകുന്നു. എങ്ങനെയുണ്ട് അപ്പൊ എന്റെ അവസ്ഥ? ക്ലാസ്സിൽ പോയിട്ട് മണിക്കൂർ ഉറങ്ങിയാ മതി. നീ എത്ര മണിക്ക്? ഞാൻ എത്ര മണിക്ക് കിടക്കണം? എത്ര മണിക്ക് ഞാൻ കിടക്കണം? എത്ര മണിക്കാ? 1 മണിക്ക് നീ പറഞ്ഞില്ലേ? 1 മണിയല്ലേ പറഞ്ഞ? എന്നോട് 1 മണി പറഞ്ഞ. ഇവിടെ കടപ്പെടുമ്പോ തന്നെ കൈസ് 1 മണിയാവും. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വീഡിയോ എഡിറ്റിംഗ് സമയം വേണ്ടേ? മാക്സിമം 2 മണിക്കൂർ വേണം. പിന്നെ അതിനകത്ത് തംബ്നെയിലുണ്ട്, ടൈറ്റിലുണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. എല്ലാം നമുക്ക് വിചാരിച്ച് ഉണ്ടാക്കണം. ഇത് വെറുതെ ഇങ്ങനെ പറഞ്ഞു പറത്തില്ല. ഇങ്ങനെ ഇതേതാ പുതിയ വ്യക്തി? ബൈ ഈ ബൈന്റെ പേര് എന്നിട്ടാന്ന്
ये आक्रम അക്രമോ അക്രമോ അക്രമാരിയായിട്ട് തോന്നുന്നില്ല എന്നിട്ട് इसका फिर आक्रम है ക്യൂട്ടാണ് ക്യൂട്ട് क्यूटा ക്യൂട്ട് से बनाता उसका बंदा है थोड़ा ऐसे चला जाए ഗൈസ് സമയം എത്രയായി അത് ഞാൻ നോക്കണം സമയം നമ്മുടെ ഇപ്പം തന്നെ ഗൈസ് 12:20 12:20 കട പൂട്ടിത്തിറങ്ങി കട പൂട്ടാനുള്ള പ്ലാനിലാണ്. പക്ഷെ ഗൈസ് നോക്കൂ ഗൈസ്, കസ്റ്റമേഴ്സ് നോക്കൂ നിങ്ങൾ എത്ര പേരാണ്, 4-5 പേരാണ് വന്നിക്കണേ. എന്താ ചെയ്യുക, കട പൂട്ടാനുള്ള നേരം കൂടിയില്ല. ഇവിടെ ജയന്ത് ഭായി എപ്പോഴാണ് ഇവർക്ക് ട്രെയിൻ എന്ന് പറഞ്ഞാൽ 2 മണിക്ക്. ആ സമയമുണ്ട്. 1:30. സാധനം ഓർഡർ ആയതുകൊണ്ടാ അവിടെ ഇരിക്കണേ, അല്ല ഇതൊക്കെ എൻ്റെ വയറ്റിൽ പോയാനെ. സത്യം പറയാലോ, ഭയങ്കര ഫുഡ് അടിപൊളിയാണ്. നമുക്ക് ഒരു ഇത് നോക്കാം. ചോറില്ല കഴിച്ച്, അതാണ് കുഴപ്പം. ചോറ് വെക്കണം, എന്നാലേ നമുക്ക് ആ മോളിയും കൂട്ടിയിട്ട് പിടിക്കാൻ പറ്റുള്ളൂ. ചിക്കൻ മോളി കൂട്ടിയിട്ട്, ചിക്കൻ മോളില്ല, ഫിഷ് മോളി കൂട്ടിയിട്ട്. ഫിഷ് മോളി കഴിച്ചു, പക്ഷേ ടേസ്റ്റ് കാരണം വീണ്ടും കഴിക്കാൻ വന്നത്, അതാണ് പ്രശ്നം. അത് ഞാൻ എന്തെങ്കിലും ചെയ്യണം. താങ്ക്സ് ഗൈസ്. ഇവൻ പറഞ്ഞ നിങ്ങൾ റെസിപ്പി ഉണ്ട്, അവിടെ പോയി ഉണ്ടാക്കി കഴിച്ചു നോക്ക്. വെറുതെ നിങ്ങൾ വെറുതെ ബായി ഉണ്ടാക്കിയ സാധനത്തിൻ്റെ റെസിപ്പി നോക്കി വെറുതെ ഈ മഞ്ഞ കളറ് നമ്മുടെ ഫിഷ് മെയിനായിട്ട് അവിടെ പുട്ടും നമ്മുടെ ഇതാ എന്താ പോയി പുട്ടും ചിക്കൻ കുറുമയും. അയ്യോ പൊള്ളി സാധനം. ഇതിപ്പോൾ ബായി എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്താ പരിപാടി എന്നറിയില്ല. എണ്ണ തേച്ചോണ്ടിരിക്കുക. പക്ഷേ ഇത് നമ്മളിനി വേവിക്കാൻ പോവാം. വേവിക്കാൻ ഗൈസ് ആകെ ശോകമാണ് ഗൈസ്. ഇനി നിങ്ങൾ ഈ നോക്കൂ, കണ്ടില്ലേ കസ്റ്റമേഴ്സ് നോക്കൂ, കുറേ കസ്റ്റമേഴ്സ്, ജാസ്തി കസ്റ്റമേഴ്സ്, നിറച്ച് കസ്റ്റമറാണ്. അളിയന് ഇന്നത്തെ ഡ്യൂട്ടി അളിയന, ക്യാഷിൻ്റെ ഡ്യൂട്ടി അളിയന, അതുകൊണ്ട് അളിയനെ കൊടുത്തുകൊണ്ട് പോകുന്നു ഞാൻ. ഗൈസ് എന്താ ഇവിടുത്തെ പരിപാടി? എല്ലാം കഴിയാറയാ? എത്ര നേരം പിടിക്കും ഇനി? എത്ര നേരം പിടിക്കും? എത്ര നേരം പിടിക്കും? അത് ബോയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് 10-20 മിനിറ്റ്. ഗൈസ് ഇത് ഞാൻ ഒന്നും ഞാൻ പോടാ ഗൈസ്, ടേസ്റ്റിലാണേ. ഗൈസ് ഇതാണ് മുടി നോക്കൂ, ജാസ്തി മുടി കുറേ ഉണ്ട്. കണ്ണ് കാണുന്ന ദേശീയനെ. തട്ടുകട ഉണ്ട് നമ്മുടെ വെസ്റ്റ് ഫോർട്ട് ഏരിയയിൽ ഒരു തട്ടുകട, അവിടെ ഉണ്ട് ഗൈസ്. ചിക്കൻ എന്താ ചിക്കൻ എന്താ എല്ലാ വക സാധനങ്ങളുണ്ട്. പോർക്ക്, ചിക്കൻ, അതുപോലെ തന്നെ ബീഫ്, പിന്നെ മീൻ, കക്ക, ഇതൊക്കെ ഇരിക്കുന്നുണ്ട് അതിൽ. മെയിനായിട്ട് അവിടെ പുട്ടും നമ്മുടെ ഇതാ എന്താ പോയി പുട്ടും ചിക്കൻ കുറുമയും. അയ്യോ പൊള്ളി സാധനം. ഇതിപ്പോൾ ബായി എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്താ പരിപാടി എന്നറിയില്ല. എണ്ണ തേച്ചോണ്ടിരിക്കുക. ഗൈസ് ഇത് നമ്മളിനി വേവിക്കാൻ പോവാം. വേവിക്കാൻ ഗൈസ് ആകെ ശോകമാണ് ഗൈസ്. ഇനി നിങ്ങൾ ഈ നോക്കൂ, കണ്ടില്ലേ കസ്റ്റമേഴ്സ് നോക്കൂ, കുറേ കസ്റ്റമേഴ്സ്, ജാസ്തി കസ്റ്റമേഴ്സ്, നിറച്ച് കസ്റ്റമറാണ്. അളിയന് ഇന്നത്തെ ഡ്യൂട്ടി അളിയന, ക്യാഷിൻ്റെ ഡ്യൂട്ടി അളിയന, അതുകൊണ്ട് അളിയനെ കൊടുത്തുകൊണ്ട് പോകുന്നു ഞാൻ. എന്താ ഇവിടുത്തെ പരിപാടി? എല്ലാം കഴിയാറയാ? എത്ര നേരം പിടിക്കും ഇനി? എത്ര നേരം പിടിക്കും? എത്ര നേരം പിടിക്കും? അത് ബോയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് 10-20 മിനിറ്റ്. ഗൈസ് ഇത് ഞാൻ ഒന്നും ഞാൻ പോടാ ഗൈസ്, ടേസ്റ്റിലാണേ. ഗൈസ് ഇതാണ് മുടി നോക്കൂ, ജാസ്തി മുടി കുറേ ഉണ്ട്. കണ്ണ് കാണുന്ന ദേശീയനെ.
ഗൈസ് അത് നടപടിയാണ് ലക്ഷണമില്ല. ഇതൊന്നുണ്ടായേ നിന്റെ മുളക് പൊടി നീ വെട്ടി വെച്ച് മുളക് പൊടിന്റെ പണിയത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളെന്നെ കളഞ്ഞപ്പോ നീ വെട്ടി വെച്ച് അത് രണ്ട് പാക്കറ്റ് ഉണ്ട്. ആ 2 പാക്കറ്റ് മാറ്റിട്ട് നമ്മുടെ ബായി കുറച്ച് മുളക് പൊടി ഇവിടെ കളഞ്ഞു. എന്തോ മാനസികമായ അസുഖമാണ് ബായിക്ക്. എനിക്ക് അസുഖമില്ല, നിന്റെ അസുഖം തന്നെ പിടിച്ചത് തന്നെ. അല്ല, എന്തോ മാനസികമായ വലിയ അസുഖമാണ് ഗൈസ്. അതാണിപ്പോ ഈ മുളക് പൊടി ഇവിടെ കളഞ്ഞതിന്റെ ലക്ഷ്യം. ഇപ്പൊ നമ്മൾ സോസ് ഒഴിച്ചു എന്നിട്ട് സോയാ സോസ് ഒഴിച്ചു. ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ചു. ഗ്രീൻ ചില്ലി സോസ് അല്ല, റെഡ് ചില്ലി സോസ് എടുത്തു. ഞാൻ കളക്കണത് എൻ്റെ വേളക്കാന്ന് പറയുന്നത്. ഗൈസ് നമ്മൾ കറുത്ത ബ്രൗണിഷ് സാധനമാണ് നമ്മൾ ജയന്ത് ഭായി ഉണ്ടാക്കിയത്. എനിക്ക് ഉറപ്പാണ് ജയന്ത് ഭായിയുടെ എല്ലാ സാധനം എന്തായാലും ടേസ്റ്റ് ആവണ്ടിക്കില്ലല്ലോ. हेलो गाइस, अगर ये वीडियो आप लोग अच्छा लगे तो प्लीज़ चैनल को सब्सक्राइब कर देना, बेल आइकन क्लिक कर देना। और हाँ, ऐसे और वीडियो आते रहेगा. एक परसों दिन का ब्लॉग था इसलिए मैं डाल दिया उसको. अगर अच्छा लगे तो प्लीज़ चैनल को सब्सक्राइब कर देना, बेल आइकन क्लिक कर देना. मिलते हैं और अगले वीडियो में और एक मज़ेदार वीडियो के साथ आप लोगों के साथ मिलते हैं. ठीक है ना? अब तक के लिए बाय एंड टेक केयर एंड ओके. वीडियो में